ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മനുഷ്യൻ ദരിദ്രനാകാൻ ഉള്ള കാരണങ്ങൾ. ഒരു മനുഷ്യൻ ദരിദ്രനാകാനുള്ള കാരണങ്ങൾ. 4 കാര്യങ്ങൾ ആണ് ഒരുവനെ ദരിദ്രനാക്കുന്നത്. അപ്പനിൽ നിന്നും ദൈവത്തിൽ നിന്നും അകലുന്നവൻ, തെറ്റായ കൂട്ടുകെട്ട് ഉള്ളവൻ, മൂന്നാമത്തേത് ദൂർത്ത് അടിച്ച് പണം കളയുന്നവൻ, നാലാമത്തേത് പണം കൈകാര്യം ചെയ്യാൻ അറിയാത്തവൻ, ഒന്നാമത്തേത് അപ്പനിൽ നിന്നും ദൈവത്തിൽ നിന്നും അകലുന്നവൻ. അതിൻ്റെ ബെസ്റ്റ് ഉദാഹരണമാണ് വിശുദ്ധ എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ നാം കാണുന്നത്, ഈ ഭാഗം നാം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് അപ്പനിൽ നിന്നും അകലുന്നവന് എന്ത് സംഭവിക്കുന്നു എന്നതാണ്. രണ്ടാമത്തത്, അപ്പനിൽ നിന്നും അകലുന്നതോടെ അവൻ തെറ്റായ കൂട്ടുകെട്ടിൽ ചെന്ന് പെടുന്നു. മൂന്നാമത്തത്, ദൂർത്ത് അടിച്ച് പണം എല്ലാം അവൻ കളയുന്നു. നാലാമത്തത്, പണം കൈകാര്യം ചെയ്യാൻ അറിയാത്തതിനാൽ അതെല്ലാം പാഴായ കാര്യങ്ങളിൽ വിനിയോഗിക്കുന്നു, എല്ലാം തീർന്നു പോകുന്നു. അപ്പോഴാണ് അവന് ധനത്തിൻ്റെ മൂല്യം എന്താണ് എന്ന് മനസ്സിലാകുന്നത്. അവസാനം അവൻ പന്നിയെ മേയ്ക്കുവാൻ കിട്ടുന്നത് ജോലിയാണെങ്കിൽ അതുപോലും കൂടെ ചെയ്യുവാൻ അവൻ തയ്യാറാകുന്നു. അവൻ പന്നിക്ക് കൊടുക്കുന്നതായ ആഹാരം പോലും കൊതിക്കുന്നുണ്ട്. അതായത് വളവര കൊണ്ട് എങ്കിലും വയറ് നിറയ്ക്കാൻ അവൻ ആഗ്രഹിച്ചിട്ടും അത് സാധിക്കാതെ വരുമ്പോൾ അവൻ്റെ അപ്പൻ്റെ വില എന്താണെന്ന് അവൻ മനസ്സിലാകുന്നു. അവൻ്റെ അനുസരണക്കേട് കൊണ്ട് അവനുണ്ടായ ദോഷം എന്താണെന്ന് അവൻ മനസ്സിലാകുന്നു. നാം ഓരോരുത്തരും ഇന്ന് ദൈവത്തിൽ നിന്നും വളരെ അകന്നു നിൽക്കുന്നു. ആഡംബരത്തിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ മറക്കുന്നവനെ ദൈവവും മറക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശലോമോൻ. തൻ്റെ അന്ത്യകാലത്ത് അവൻ തൻ്റെ അപ്പനായ ദാവീദ് കാണിച്ചു കൊടുത്തതായ വഴിയിലൂടെ യാത്ര ചെയ്യാതെ അതിൽ നിന്നും തെറ്റി തൻ്റെ ഭാര്യമാരുടെ ദേവന്മാർക്ക് തൻ്റെ രാജ്യത്ത് ഇടം കൊടുക്കുന്നതായി നാം മനസ്സിലാക്കുന്നു. അതിനുശേഷം അവൻ്റെ മകൻ രെഹബെയാമിൻ്റെ പ്രവൃത്തി മൂലം ഇസ്രായേലിൽ വിഭജനമുണ്ടായി. ദൈവത്തിൻ്റെ കൽപ്പനകളെ അവർ അനുസരിച്ചില്ല എന്ന് നമുക്ക് അവർക്കും അറിയാം. എന്നാൽ ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അവനെപ്പോഴും തുണയായിരിക്കും. തലമുറകളെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ധനവാന്റെ മകൻ ധാരാളി ആയിരിക്കും എന്നാണ്. ധാരാളിയുടെ മകൻ ദരിദ്രനായിത്തീരും. ദരിദ്രൻ്റെ മകൻ പിശുക്കൻ അഥവാ ലുദ്ധൻ ആയിരിക്കും. ലുദ്ധൻ്റെ മകൻ ധനികനാകും. ഇങ്ങനെ നാം 4 തലമുറകളെ ഈ ലോകത്തെ കാണും. അതായത് ധനവാൻ, ധാരാളി, ദരിദ്രൻ, ലുദ്ധൻ എന്നിങ്ങനെ. ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം നാം നിർവഹിക്കുകയും അവനെ തിരിച്ചറിയുകയും അവൻ കാട്ടിത്തന്ന പാതയിലൂടെ സഞ്ചരിക്കുകയും വേണം. അതിനായി നാം ചെയ്യേണ്ടത് ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി നാം സ്നേഹിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ നാം നമ്മുടെ ആൾക്കാരനെയും നമ്മുടെ കൂട്ടുകാരനെയും സ്നേഹിക്കുകയാണ് വേണ്ടത്. ഇത് സമയവീക്ഷണ സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്നതായി നമുക്കറിയാം. മത്തായി ശ്ലീഹായുടെ 22:37 വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 12:30 വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ രക്ഷാസുവിശേഷം 10:27 അത് കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണാം. ഇപ്രകാരം പ്രവർത്തിക്കുകയും നിരന്തരം പ്രാർത്ഥിക്കുകയും നോമ്പ് ആചരിക്കുകയും ഉപവസിക്കുകയും ചെയ്ത് ബാക്കിയുള്ള ജീവിതം സഫലം ആക്കുന്നതിന് വേണ്ടി ചിന്തിച്ചാൽ നാം സ്വർഗരാജ്യത്തിന് അവകാശികളായിത്തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നോമ്പിൻ്റെ 2 ചിറകുകളാണ് പ്രാർത്ഥനയും ഉപവാസവും. അത് നാം കൃത്യമായി നോക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആയതിനാൽ നാം മാതാപിതാക്കളിൽ നിന്നും ദൈവത്തിൽ നിന്നും അകലാതെയും തെറ്റായ കൂട്ടുകെട്ടിൽ പെടാതെയും ധൂർത്തടിച്ച് പണവും സമയവും നഷ്ടപ്പെടുത്താതെയും ജീവിക്കുവാൻ ആഗ്രഹിക്കണം. അതിനായി പണത്തിൻ്റെ വില കുഞ്ഞുങ്ങൾ അറിഞ്ഞു വേണം ജീവിക്കുവാൻ. നമ്മുടെ ഇടപെടലുകളും ക്രയവിക്രയങ്ങളും ദൈവത്തിന് അനുയോജ്യമായി ആയിരിക്കണം എന്നുള്ള ഉറച്ച തീരുമാനത്തോടും കൂടി ജീവിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നാം അവൻ്റെ പാതയിലൂടെ ജീവിക്കുകയും അവൻ കാണിച്ചു തന്നതായ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നതിനും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിനും നമുക്ക് ഏവർക്കും സന്മനസ്സുണ്ടാകും. നാം നല്ല ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നാം ഒരിക്കലും ആരെയും ഉപദ്രവിക്കില്ല.
അങ്ങനെ ഉപദ്രവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാത്രം ചെയ്താൽ മതി. ഞാൻ ഇന്നു മുതൽ ആരെയും സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ ആരെയും ഉപദ്രവിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം നാം എടുക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമെന്ന് മാത്രമേ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.